ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബൺ ദോശയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായി എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഇവിടെ 1 കപ്പ് റവ എടുക്കുന്നു. കുറച്ച് ക്യാരറ്റും പകുതി സവാളയും ചെറിയ പീസ് ഇഞ്ചിയും 1 പച്ചമുളകും കറിവേപ്പിലയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് റവ നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് 1 ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക. അതിനായി ഞാൻ ഇവിടെ 1/2 കപ്പ് വെള്ളവും കൂടി ഇതിനോടൊപ്പം ചേർക്കുന്നു. അരച്ചതിന് ശേഷം ഞാൻ 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ആകെ 3/4 കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ ഈ മാവിനായി എടുത്തിരിക്കുന്നത്. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് സവാളയും പച്ചമുളകും അല്പം ക്യാരറ്റും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ പകുതി ഇതിലോട്ട് ഇടുക. ഇനി ചെറിയ ഒരു പീസ് ഇഞ്ചി മുറിച്ച് വെച്ചിരിക്കുന്നതും കറിവേപ്പിലയും കൂടി അതിലോട്ട് ഇട്ട് നന്നായി യോജിപ്പിക്കുക. അല്പം ഉപ്പും അല്പം ബേക്കിംഗ് സോഡയും കൂടി ഇതിലോട്ട് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കുന്നതിനായി ഒരു പാത്രം അടുപ്പിലോട്ട് വയ്ക്കുക. നമ്മൾ ചെറിയ തീയിലാണ് എപ്പോഴും ഇട്ട് വേവിക്കേണ്ടത്, ഇല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കും. മാവ് ഒഴിച്ചതിന് ശേഷം അതിലോട്ട് അല്പം ക്യാരറ്റും അല്പം കറിവേപ്പിലയും കൂടി ചേർക്കുക. വെന്ത് കഴിയുമ്പോൾ അത് മറിച്ചിടുക. ദാ ഇപ്പോൾ ഇവിടെ നമ്മുടെ ബൺ ദോശ റെഡിയായിട്ടുണ്ട്. നമുക്ക് ഏത് കറിയിലൂടെയും ഇത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അകമെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ പാത്രത്തിലോട്ട് വീണ്ടും ഇതുപോലെ കുറച്ച് എണ്ണ തേച്ച ശേഷം അതിലോട്ട് മാവ് കോരി ഒഴിച്ച് അതിൻ്റെ മീതെ അല്പം ക്യാരറ്റും അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പം നന്നായി അതിൻ്റെ മുകൾ ഭാഗം നന്നായി വെന്ത് കിട്ടിയതായി നമുക്ക് ഇതിലോട്ട് കാണാം. കണ്ടില്ലേ? ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കി മാവും കൂടി ചുട്ടെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.